അമേരിക്കയിൽ വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് വ്യാപാരത്തിനും മാരകായുധ കടത്തുകൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വെസ്റ്റ് വിർജീനിയ കേന്ദ്രീകരിച്ച് ഒരു വർഷത്തോളമായി രഹസ്യമായി നടന്നു വന്നിരുന്ന ഓപ്പറേഷൻ ടർഫ് വാർ എന്ന വൻ സുരക്ഷാ ദൗത്യത്തിന്റെ നിർണായക ഫലങ്ങൾ FBI ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. സമാനതകളില്ലാത്ത അതീവ രഹസ്യ നീക്കങ്ങളിലൂടെയാണ് അധോലോക സംഘങ്ങളുടെ ശൃംഖല തകർക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചത്. ഈ വൻ വേട്ടയുടെ ഭാഗമായി മാരകമായ ലഹരിമരുന്ന് വിതരണ ശൃംഖലകളിലും അനധികൃത ആയുധ കടത്തുകളിലും പങ്കാളികളായ 35ഓളം കുറ്റവാളികളെയാണ് ഫെഡറൽ ഉദ്യോഗസ്ഥർ ഒരേ സമയം നടത്തിയ റെയ്ഡുകളിലൂടെ പിടികൂടിയത്. വെസ്റ്റ് വിർജീനിയയിലെ വിവിധ നഗരങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ സംഘങ്ങളെക്കുറിച്ച് കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് FBI വലയിലാക്കിയത്. മേഖലയിലെ ക്രമസമാധാന നിലയ്ക്ക് വലിയ ഭീഷണി ഉയർത്തിയ സംഘമാണ് ഇതോടെ അഴിക്കുള്ളിലായത്. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന നിരവധി അത്യാധുനിക മാരകായുധങ്ങൾ, വൻതോതിലുള്ള നിരോധിത മയക്കുമരുന്നുകൾ, കുറ്റകൃത്യങ്ങളിലൂടെ സമ്പാദിച്ച ലക്ഷക്കണക്കിന് ഡോളറിന്റെ കള്ളപ്പണം എന്നിവയാണ് ഈ റെയ്ഡുകളിലൂടെ FBI പിടിച്ചെടുത്തത്. വെസ്റ്റ് വിർജീനിയയിലെ പ്രാദേശിക തെരുവുകളിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ഉപയോഗിച്ചിരുന്ന തോക്കുകളും ഇതിൽ ഉൾപ്പെടുന്നു. പിടിച്ചെടുത്ത ആയുധങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും ഉറവിടത്തെക്കുറിച്ചും ഇവ ആഗോള വിപണിയിൽ എവിടെ നിന്നാണ് എത്തിച്ചത് എന്നതിനെക്കുറിച്ചും ഉദ്യോഗസ്ഥർ വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ടർഫ് വാർ വൻ വിജയമായതിനു തൊട്ടു പിന്നാലെ രാജ്യത്തുടനീളമുള്ള അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളെ അടിച്ചമർത്തുന്നതിനായി ഓപ്പറേഷൻ സമ്മർ ഹീറ്റ് 2.0 എന്ന പുതിയ ബൃഹത് പദ്ധതിയും FBI പ്രഖ്യാപിച്ചു. FBI ഡയറക്ടർ കാഷ് പട്ടേൽ നേരിട്ടാണ് ഈ ദേശീയ ദൗത്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ എല്ലാ പ്രമുഖ നഗരങ്ങളിലെയും ക്രിമിനൽ സംഘങ്ങളെയും ഗുണ്ടകളെയും ലക്ഷ്യമിട്ടാണ് ഈ വൻ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക പോലീസ് സംവിധാനങ്ങളുമായും മറ്റ് സുരക്ഷാ ഏജൻസികളുമായും സംയുക്തമായി ഏകോപിപ്പിച്ചാണ് ഓപ്പറേഷൻ സമ്മർ ഹീറ്റ് 2.0 നടപ്പിലാക്കുക. പ്രാദേശികമായി വളർന്നു വരുന്ന ക്രിമിനൽ ഗാങ്ങുകളെയും ലഹരി മാഫിയകളെയും പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ് ഈ വൻ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. FBIയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യകളും പ്രാദേശിക പോലീസിന്റെ വിവരശേഖരണവും മികവും ഒത്തുചേരുമ്പോൾ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ യാതൊരു വഴിയും ഉണ്ടാകില്ലെന്ന് കാഷ് പട്ടേൽ മുന്നറിയിപ്പ് നൽകുന്നു. വേനൽക്കാലത്ത് US-ലെ വിവിധ നഗരങ്ങളിൽ അക്രമ സംഭവങ്ങളും വെടിവയ്പ്പുകളും വർദ്ധിക്കുന്ന പ്രവണത കണക്കിലെടുത്താണ് ഇത്തരമൊരു കടുത്ത നീക്കത്തിന് FBI മുതിർന്നത്. വരും മാസങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഈ പ്രത്യേക ക്യാമ്പയിൻ സെപ്റ്റംബർ 20 വരെ തുടരുമെന്നാണ് ബ്യൂറോ അറിയിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു താൽക്കാലിക റെയ്ഡ് ആയിരിക്കില്ലെന്നും കുറ്റവാളികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടക്കം മരവിപ്പിക്കുന്ന കടുത്ത നടപടിയായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. വെസ്റ്റ് വിർജീനിയയിൽ പിടിക്കപ്പെട്ട 35 പേർക്കെതിരെയും അതീവ ഗുരുതരമായ ഫെഡറൽ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ദീർഘകാലത്തെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കരിനിയമങ്ങൾ പ്രകാരമാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരിൽ പലരും നേരത്തെയും ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരും പോലീസിനെ വെട്ടിച്ച് നടന്നവരുമാണ്. ഈ സംഘത്തിന്റെ തകർച്ചയോടെ വെസ്റ്റ് വിർജീനിയയിലെ ലഹരിമരുന്ന് വിപണിക്ക് കനത്ത ആഘാതമാണ് ഏറ്റിരിക്കുന്നത്. അമേരിക്കൻ തെരുവുകളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് FBI തങ്ങളുടെ മുഴുവൻ കരുത്തും ഉപയോഗിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് തോക്ക് സംസ്കാരവും ലഹരി ഉപയോഗവും വർദ്ധിച്ചു വരുന്നത് വലിയ തോതിൽ ആഭ്യന്തര വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനെതിരെയുള്ള ശക്തമായ ഭരണകൂട മറുപടിയായാണ് ഈ പുതിയ പോലീസ് നടപടികൾ വിലയിരുത്തപ്പെടുന്നത്. കുറ്റവാളികൾ ഒളിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് നേരിട്ട് ചെന്ന് അവരെ വേട്ടയാടി പിടികൂടുക എന്ന കർശനമായ നയമാണ് പുതിയ ഡയറക്ടറുടെ കീഴിൽ FBI സ്വീകരിച്ചിരിക്കുന്നത്. ഫെഡറൽ ഏജന്റുകൾക്ക് പുറമെ സായുധരായ പ്രത്യേക ടാസ്ക് ഫോഴ്സ് ടീമുകളെയും ഈ ഓപ്പറേഷന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. സംശയാസ്പദമായ നീക്കങ്ങൾ നടത്തുന്ന ആഭ്യന്തര ഗ്രൂപ്പുകളെയും നിരീക്ഷിക്കാൻ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സമ്മർ ഹീറ്റിന്റെ ആദ്യ പതിപ്പ് നൽകിയ മികച്ച വിജയമാണ് ഇതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങാൻ FBIയെ പ്രേരിപ്പിച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ നഗരങ്ങളിലേക്കും കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കും ഈ ക്യാമ്പയിൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള വിവര കൈമാറ്റം കൂടുതൽ വേഗത്തിലാക്കാൻ ഇതിലൂടെ പ്രത്യേക കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. അനധികൃതമായി അതിർത്തി കടന്നെത്തുന്ന ലഹരി മരുന്നുകളും
ആയുധങ്ങളും പിടികൂടുന്നതിന് അതിർത്തി സുരക്ഷാ സേനയുമായും FBI കൈകോർക്കുന്നുണ്ട്. വിതരണക്കാരെ മാത്രമല്ല, ഇവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വൻകിട നിക്ഷേപകരെയും സാമ്പത്തിക ഇടപാടുകാരെയും കണ്ടെത്താനാണ് ലക്ഷ്യമിടുന്നത്. ക്രിമിനൽ ശൃംഖലയുടെ വേരറുക്കാൻ സാമ്പത്തിക അന്വേഷണ വിഭാഗവും FBIയെ സഹായിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ രാജ്യത്തെ പ്രധാന മെട്രോ നഗരങ്ങളിലെല്ലാം ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പരിശോധനകളും അറസ്റ്റുകളും ഉണ്ടാകുമെന്നാണ് സൂചന. കുറ്റവാളികളെയും അവരെ സഹായിക്കുന്ന നയതന്ത്ര പാളിച്ചകളെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ മടിക്കില്ലെന്ന് FBI വക്താക്കൾ പ്രസ്താവിച്ചു. പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി വിവരങ്ങൾ കൈമാറുന്നതിനുള്ള രഹസ്യ പോർട്ടലുകളും ബ്യൂറോ വികസിപ്പിച്ചിട്ടുണ്ട്. ഈ വൻ സുരക്ഷാ ക്യാമ്പയിൻ സെപ്റ്റംബർ പകുതിയോടെ അവസാനിക്കുമ്പോൾ അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലെ അക്രമനിരക്കിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് പെന്റഗണും ഫെഡറൽ അധികൃതരും പ്രതീക്ഷിക്കുന്നത്. ക്രിമിനലുകളെ ഭയപ്പെടാതെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്ന് കാഷ് പട്ടേൽ ആവർത്തിച്ചു. നിയമം കയ്യിലെടുക്കുന്ന ആരും തന്നെ രക്ഷപ്പെടില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വെസ്റ്റ് വിർജീനിയയിൽ നേടിയ വിജയം രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. പ്രാദേശിക ഗ്യാങ് ലീഡർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞതായും അടുത്തഘട്ട റെയ്ഡുകൾ വരും മണിക്കൂറുകളിൽ ആരംഭിക്കുമെന്നും സൂചനയുണ്ട്. ഇതോടെ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്ന പല താവളങ്ങളും FBIയുടെ പൂർണ്ണമായ നിരീക്ഷണ വലയത്തിലായി കഴിഞ്ഞു. അമേരിക്കൻ തെരുവുകളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി FBI പ്രഖ്യാപിച്ച ഈ യുദ്ധം വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന FBIയുടെ ഈ ഫുൾ ത്രോട്ടിൽ ഓപ്പറേഷൻ വരും മാസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. വരും ദിവസങ്ങളിലെ വലിയ വേട്ടയ്ക്കായി രാജ്യം മുഴുവൻ ഇപ്പോൾ FBIയുടെ നീക്കങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണ്.